അധികാരം ലഭിച്ചതോടെ വ്യാപക പിൻവാതിൽ നിയമനത്തിന് ഒരുങ്ങി കോൺഗ്രസ്. നിലമ്പൂരിൽ KSEBയിലും മാവേലി സ്റ്റോറിലും ദിവസവേതന ജീവനക്കാരെ നിയമിക്കാൻ പട്ടിക നൽകി ആര്യാടൻ ഷൗക്കത്ത് MLA. നിലമ്പൂർ KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും എടകര സപ്ലൈകോ മാനേജർക്കുമാണ് MLAയുടെ ശുപാർശ കത്ത്. ശുപാർശ കത്തിന്റെ രേഖകൾ ജനം TVക്ക് ലഭിച്ചു. LDF സർക്കാർ അധികാരത്തിൽ എത്തിയതോടെ സർക്കാർ സംവിധാനങ്ങളിൽ വ്യാപക പിൻവാതിൽ നിയമനമായിരുന്നു. സമാന പിന്തുടർച്ചയാണ് UDFന്റെ ഭരണകാലത്തും. സർക്കാർ സംവിധാനങ്ങളിൽ നിയമന ശുപാർശ നൽകി നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂർ KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും എടക്കര സപ്ലൈകോ മാനേജർക്കും ശുപാർശ കത്ത് നൽകി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ ഭാര്യയും ശുപാർശ പട്ടികയിലുണ്ട്. KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയ പട്ടികയിൽ 4 പേരാണുള്ളത്. എടക്കര സപ്ലൈകോ മാനേജർക്ക് നൽകിയ പട്ടികയിലുള്ളത് 10 പേർ. തസ്തികയും പേരും നൽകിയ പട്ടികയ്ക്കൊപ്പം ശുപാർശ കത്ത് MLAയുടെ ലെറ്റർ പാഡിലാണുള്ളത്. അധികാര ദുർവിനിയോഗം നടത്തിയ MLAക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. പോത്തുകല്ല് എടക്കര മാവേലി സ്റ്റോറിലേക്കാണ് ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ആര്യാടൻ ഷൗക്കത്ത് MLA ലെറ്റർ പാഡിൽ കത്ത് നൽകിയത്. ബില്ലിംഗിലേക്കും ഹെൽപ്പർ തസ്തികയിലേക്കും MLA നൽകുന്ന പേരിൽ ഉള്ളവരെ നിയമിക്കണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. വഴിക്കടവ് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടത്തിന്റെ ഭാര്യ അസ്മാബിയെ സീനിയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് നിയമിക്കണമെന്നാണ് കത്തിലുള്ളത്. ലെറ്റർ പാഡിൽ കത്തിനൊപ്പം നിയമിക്കേണ്ടവരുടെ 4 പേരുകളും അഡ്രസ്സുമാണ് കാണിച്ചിട്ടുള്ളത്. യോഗ്യത ഇല്ലാത്തവരെ ചട്ടം ലംഘിച്ച് നിയമിക്കാനാണ് സ്ഥലം MLA അധികാരം ദുർവിനിയോഗം ചെയ്യുന്നത്. എടക്കര പോത്തുകല്ല് മാവേലി സ്റ്റോറുകളിൽ 10 വർഷത്തിൽ അധികമായി ജോലി ചെയ്യുന്നവരെ പിരിച്ചുവിട്ട് സ്വന്തക്കാരെ നിയമിക്കാനാണ് പുതിയ കത്ത്. ഇതിനെതിരെ ജീവനക്കാർക്കിടയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ജനം, മലപ്പുറം.